എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മൃണാളിനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല രചനയ്ക്ക്. അതുകൊണ്ട് രചന പറയുന്നുണ്ട്, അതെ മൃണാളിനെ വിവാഹം കഴിച്ചതും പ്രസവിച്ചതൊന്നും അല്ലല്ലോ, ഞാൻ 2 പ്രസവിച്ചതാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയും. അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ആകാശിന്. ആകാശ് നോക്കിയത് എന്ത് വർത്തമാനമാണ് രചന നീ പറയുന്നത്? മൃണാളിനി നമുക്ക് വേണ്ടിയില്ല ഇതൊക്കെ ചെയ്തു തരുന്നത്, നമുക്ക് ചിപ്പിമോളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ ലൈവ് ഷോ പോലും സംഘടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കരുത് എന്ന് പറയും. അദ്ദേഹം മൃണാളിനിക്ക് ഒരു ഇത്തിരി വിഷമം വരുന്നതുകൊണ്ട് തന്നെ ഞാൻ പോവാണ്, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ആകാശ് പിടിച്ചു നിർത്തിയിട്ട് ഒരു സോറിയൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്. അത് കഴിഞ്ഞ് രചനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് സംസാരമാണ്, എന്ത് വർത്തമാനമാണ് പറഞ്ഞത്, നീ എന്തിനാണ് നീ 2 പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞത്, അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ അത് അന്നേരത്തെ ഒരു പ്രഷറിൽ ഞാനങ്ങ് പറഞ്ഞു പോയതാന്ന് പറയും. അന്നേരം ആകാശ് പറയുകയാണ്, നമ്മുടെ മകൻ്റെ കാര്യം നമ്മൾ സീക്രട്ടായിട്ട് വെച്ചേക്കുന്നതല്ല, അത് പറയണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും മൃണാളിന് പോയിട്ട് ഷോയ്ക്കുള്ള എല്ലാം സെറ്റ് ചെയ്യുന്നു. ലൈവായിട്ടാണല്ലോ പോകുന്നത്, ഇരിക്കാനുള്ളിടത്തൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കുവാണ്. അന്നേക്കും അങ്ങോട്ടേക്ക് ആകാശും രചനയും വരും. അവരും ഇരുന്ന് ഷോ തുടങ്ങുവാണ്. ഷോ തുടങ്ങുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് മൃണാളിനി പറയുന്നത്, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വളരെ ഉദ്യോഗഭരിതമായ ഒരു അവിഹിത കഥയുടെ ചുരുളാണ് ഇവിടെ അഴിയുന്നത് എന്നൊക്കെയാട്ടോ പറയുന്നത്. അത് രചനയ്ക്ക് അതത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ആകെ പെട്ടെന്ന് അങ്ങ് മുഖം മങ്ങും. അത് കഴിഞ്ഞ് ആകാശിനോടായിട്ട് ചോദിക്കുവാണ്, ആകാശ് നമ്മളിവിടെ ഇന്ന് പുറത്ത് വിടാൻ പോകുന്ന ആ മഹാരഹസ്യം ചിപ്പി എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ്. ആ ചിപ്പിയുടെ അച്ഛൻ ആര് എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന സംശയം. അതിനുള്ള ഉത്തരവാണ് പറയാൻ പോകുന്നത്. ചിപ്പിയുടെ അച്ഛൻ ആര് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആകാശ് പറയുന്നുണ്ട്, ചിപ്പിയുടെ അച്ഛൻ ഞാനാണ് എന്ന്. അന്നേരം മൃണാളിനി രചനയോട് ചോദിക്കും, ആണോ രചന, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം രചന ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ പറയണോ വേണ്ടിയോ എന്നോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്തെങ്കിലും ആകാശം പറയൂ രചന, എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞ് രചനയോടും പറയുന്നു. രചന ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിരിക്കും ഡോറ് തുറന്ന് മഹേഷ് കയറി വരുവാണ്. പെട്ടെന്ന് മഹേഷിലേക്ക് ക്യാമറയൊക്കെ ഫോക്കസ് ചെയ്യുന്നു. അന്നേരം മഹേഷ് രചനയോട് പറയടി, നീ പറഞ്ഞു കൊടുക്ക്, എൻ്റെ മോളായിരുന്ന ചിപ്പി മോളുടെ അച്ഛൻ ആര് എന്നതാണല്ലോ ഇപ്പോഴത്തെ സംശയം, നീ പറഞ്ഞു കൊടുക്കുക, ആരാണ് അച്ഛനെന്ന് നീ തന്നെ പറയണമെന്ന് പറയും. അന്നേരം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക രചനയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അന്നേരം മഹേഷ് പറയുന്നുണ്ട്, നീ പറയണം ആരാണ് എൻ്റെ ചിപ്പി മോളുടെ അച്ഛനെന്ന്. ആകാശാണ് എന്ന് പറഞ്ഞാൽ ചിപ്പി മോളെ കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്, മോളെ ഞാൻ ഇവിടെ തന്നിട്ട് പോകും. അതങ്ങനെയല്ല, എൻ്റെ മകളാണ് എന്ന് ഞാൻ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മകളേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും, നിന്നെ ഞാൻ കൊല്ലുകയും ചെയ്യും, അതിനുള്ള അവകാശം കൂടി നീ തന്നെ എന്നിങ്ങനെ പറയുവാണ്. അന്തേക്കും അത്രയും പറഞ്ഞിട്ട് മഹേഷ് പിന്നെയും ചോദിക്കും, നീ പറ ആരാണ് ചിപ്പിമുള്ള അച്ഛൻ, നീ തന്നെ പറ എന്ന് പറയും. അന്നേരം ആകാശ് അവിടെ നിന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക, പറ രചന, പറയൂ ആരാണ് അച്ഛനെന്ന് തുറന്നു പറ, എല്ലാവരും അറിയട്ടെ എന്ന് പറയും. അന്തേക്കും മൃണാളിനെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, മഹേഷ് ഇതൊരു ലൈവ് ഷോയാണ്, വെറുതെ ഇതിൻ്റെ അകത്ത് കയറി അഭിപ്രായം പറയുന്നത് നശിപ്പിക്കരുത് എന്ന് പറയും. അന്നേരം മഹേഷ് പറയുവാണ്, ആഹാ മൃണാളിനി ഈ അവിഹിത കഥകളുടെ ഒരു കൂട്ടുകുടുപ്പുകാരിയല്ലേ നീ എന്നിങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് മൃണാളിനെ അത്യാവശ്യം നല്ല രീതിയിൽ നാണം കെടുത്തുന്നുണ്ട്. അന്നേരം മൃണാളിനി പറയും, ഷോ കട്ട് ചെയ്യുക എന്ന് പറയും. അന്നേരം മഹേഷ് പറയുന്നുണ്ട്, ഷോ കട്ട് ചെയ്യരുത്, ഇതങ്ങാനും നിർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാതാണോ എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി മേടിക്കും, ചവിട്ടി കൂട്ടി ഞാൻ എല്ലാത്തിനെയും എന്ന് മഹേഷ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആകാശിൻ്റെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് പറയുന്നുണ്ട്, നീയാണല്ലോ പറഞ്ഞത് നിൻ്റെ മകളാണ് ചിപ്പിയെന്ന്, പറയടാ ആരാണ് ചിപ്പിയുടെ അച്ഛൻ ആരാ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ആകാശ് പറയും, ഞാനാണ് ചിപ്പിയുടെ അച്ഛനെന്ന് പറയും. അന്നേരം ഇത് നിൻ്റെ വായിൽ നിന്ന് വീഴാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുമായിരുന്നു, അതിന് ഞാൻ നിനക്കൊരു സമ്മാനം തരാം എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് എടുക്കും. എന്നിട്ട് നീ ആകാശിനെ കാണിച്ചിട്ട് മഹേഷ് ചോദിക്കുവാണ്, നിനക്ക് വായിക്കാനൊക്കെ അറിയാലോ, ഇതിൻ്റെ അകത്ത് ആരാണ് ചിപ്പിമോളുടെ അച്ഛൻ എന്നാണ് എഴുതിയേക്കുന്നത്, ഒന്ന് പറഞ്ഞ് എന്നിങ്ങനെ പറയും. അന്നേരം ആകെ വിഷമിച്ചിരിക്കും കേട്ടോ ആകാശ്. എന്നിട്ട് ആ സാധനം തന്നെ ക്യാമറയുടെ ഫോക്കസിന് വേണ്ടി തിരിച്ചും കാണിക്കുന്നുണ്ട് മഹേഷ്. ഏതായാലും അതിന് ശേഷം മഹേഷ് ആകാശിൻ്റെ കരണം തീർത്തൊരെണ്ണം കൊടുക്കും. എന്തെയും ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ രചന, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഷോ കട്ട് ചെയ്യുന്ന മൃണാളിനെ പിന്നെയും പറയുമ്പോഴത്തേക്കും മഹേഷ് പറയുന്നുണ്ട്, ഒരാളും ഇവിടെ ഷോ കട്ട് ചെയ്യില്ല, എല്ലാവരും എല്ലാം അറിയട്ടെ, ഇതിൻ്റെ ചുമന്ന ലൈറ്റ് അങ്ങനെ അണഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഞാൻ ഇവിടുന്ന് തല്ലി പൊട്ടിക്കും, എല്ലാത്തിനും അടിയും വെച്ച് തരും, അതൊക്കെ കൊള്ളാമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പേടിപ്പിച്ച് നിർത്തുക കേട്ടോ. എന്നിട്ട് ആകാശിനോട് പിന്നെയും ചോദിക്കുന്നുണ്ട്, ഇനി നീ പറ ആരാണ് ചിപ്പിമോളുടെ അച്ഛൻ എന്ന് ചോദിക്കും. അന്നേരം പറയും, ഞാനല്ല, നീ ചിപ്പിമോളുടെ അച്ഛൻ എന്ന് പറയും. എന്നിട്ട് മഹേഷ് രചനയോടായിട്ട് പറയുന്നുണ്ട്, നീ കേട്ടല്ലോ, പിന്നെ ഇവനൊരു കൊച്ചിനെ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ഡോക്ടറെ പോയി കാണുക, കുറച്ച് മരുന്നൊക്കെ
ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും. പിന്നെ ഒരു കൊച്ചിന് ജന്മം കൊടുക്കുന്നതൊക്കെ കൊള്ളാം, ഒരു പാഴ്ജന്മത്തെ ആകരുത് അപ്പോഴും നീ സൃഷ്ടിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ മഹേഷ് പറയും, എന്തിനു വേണ്ടിയാണെങ്കിലും അതിന് നിൻ്റെ കൂടെ ഉള്ളത് ഇവളല്ലേ, ഇവള് ഭാര്യയല്ലല്ലോ, അഡ്ജസ്റ്റ്മെൻറ്റിന് മാത്രമേ ഇവളെ കൊള്ളുള്ളൂ, ഒരു യഥാർത്ഥ ഭാര്യയാകാനൊന്നും ഇവളെ കൊള്ളില്ല. ഇനിയിപ്പം നിനക്കൊരു യഥാർത്ഥ ഭാര്യയാകണം, അതെങ്ങനെയാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ വീട്ടിലോട്ട് വാ, അവിടെ എൻ്റെ ഭാര്യയുണ്ട് ഡോക്ടർ ഇഷിത, അവളിൽ നിന്ന് മനസ്സിലാവും നിനക്ക് ഒരു യഥാർത്ഥ ഭാര്യ എങ്ങനെയായിരിക്കണമെന്നും ഒരു അമ്മ എങ്ങനെയായിരിക്കണമെന്നും ഉള്ളതല്ല, അത് അവൾ നിനക്ക് പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അങ്ങ് ഇറങ്ങി പോകുന്നതേക്കും ആകെ നാണം കെട്ടിരിക്കും കേട്ടോ 3 പേരും. മഹേഷ് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ആകാശം അറിയുക എന്ത് ചെയ്യും, മൊത്തം ലൈവായിട്ട് ടെലികാസ്റ്റ് ആയാലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഇങ്ങനെ നാണം കെട്ടിരിക്കുക. എന്നിട്ട് പറയും, എന്നെ ഒന്ന് തൊട്ട് നോക്കി, ഞാൻ വെറും ശവമായി പോയി എന്ന് ആകാശ് പറയുന്നുണ്ട്. എന്നിട്ട് വാശിയോടെ പറയുക, ഇല്ല മഹേഷ്, ഞാൻ അങ്ങനെ തോറ്റു പോകത്തൊന്നുമില്ല, അടുത്ത ആയുധമായിട്ട് ഞാൻ ഉടനെ വരും എന്നാണ് ആകാശിൻ്റെ ഇത്രയൊക്കെ നാണം കെട്ടി നിൽക്കുമ്പോഴുള്ള സംസാരം. പിന്നീട് പ്രിയാമണിയുടെ അടുത്തോട്ട് വരുന്ന ചിപ്പിമോളെയാണ് കാണിക്കുന്നത്. അന്നേരം പ്രിയാമണി ജാതകം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ജാതകത്തെപ്പറ്റി കുറേ സംശയങ്ങളൊക്കെ ചിപ്പിമോള് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇഷിതയുടെ ജാതകത്തെപ്പറ്റി ചോദിക്കുമ്പം പ്രിയാമണി പറയും, ഇഷിതയുടെ ജാതകത്തിലുണ്ടായിരുന്നു ഇഷിതയ്ക്ക് നല്ല രാജകുമാരിയെ പോലെ ഒരു മകളെ കിട്ടുമെന്നുണ്ടായിരുന്നു എന്ന് പറയും. അന്നേരം ചിപ്പിമോള് പറയുക, അങ്ങനെയാണെങ്കിൽ എൻ്റെ ജാതകത്തിൽ കാണും എനിക്ക് രാജകുമാരിയെ പോലത്തെ ഒരമ്മയെ കിട്ടുമെന്നും കാണും എന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ട് സുചിത്ര വരും. അന്നേരം ചിപ്പിമോള് പറയുന്നുണ്ട്, സുജിയുടെ ജാതകം ഞാൻ വായിച്ചു തരാമെന്ന്. എന്നിട്ട് വായിക്കുവാണ്, ഒരുപാട് ആഹാരം കഴിക്കും, മടിച്ചിയാണ്, ഉറക്കം തൂങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞ് വായിക്കുമ്പം സുചിത്ര പറയുന്നുണ്ട്, അതൊന്ന് നീ അതിൻ്റെ അകത്ത് നോക്കി വായിച്ച് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, അയ്യോ എൻ്റെ സുജിക്ക് സങ്കടമായോ എന്ന് ചോദിക്കും. അന്നേരം അയ്യോ എനിക്കങ്ങനെ സങ്കടമൊന്നും ആയാലേ, ഇതൊരു കാന്താരിയല്ലേ എന്ന് പറയും. എന്നിട്ട് പ്രിയമ്മണിയോട് പറയുവാണ്, ഞാൻ അപ്പുറത്ത് പോയി ഇഷിതേച്ചി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരോട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ഇപ്പുറത്ത് സ്വപ്നവല്ലി ഭയങ്കരമായിട്ട് ഭരതനാട്യം പ്രാക്ടീസ് ചെയ്യുവാണ്. റെസിഡൻസ് അസോസിയേഷൻ്റെ മത്സരത്തിന് പങ്കെടുത്ത് ഫസ്റ്റ് മേടിക്കാൻ വേണ്ടിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അന്നേരം അങ്ങോട്ട് വരുന്ന സുചിത്രയും ചിപ്പിമോളും ഒക്കെ കളിയാക്കുന്നുണ്ട് ഈ ഡാൻസ് കണ്ടിട്ട്. അന്നേരം സുചിത്ര എടുത്തു പറയുന്നുണ്ട്, നന്നായിട്ട് കളിച്ചു, ശരീരത്തിൽ പിത്തമൊക്കെ പോകാൻ ഇത് നല്ലതാ എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് കളിയാക്കിയിട്ടൂടെയാണ് ഇഷിതയുടെ അടുത്തോട്ട് ചെല്ലുന്നത്. ഈ സമയം ഇഷിത അകത്ത് റൂമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം സുചിത്ര ചോദിക്കും, പുത്തനച്ചി പെരപ്പുറം തൂക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഇത് അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് പെരപ്പുറം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു ചെറിയ കുസൃതി സംസാരമൊക്കെ കഴിയുമ്പം ഇഷിത സുചിത്രയോട് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. വിനോദാണ് മഹേഷിനെ കണ്ടെത്താൻ സഹായിച്ചത്, അതുകൊണ്ടൊരു താങ്ക്സ് വിനോദ് മാളിയേക്കലിനോട് പറഞ്ഞേക്കണം എന്ന് പറയും. അന്നേരം സുചിത്ര പറയുന്നുണ്ട്, രാഷ്ട്രീയക്കാരെ കൊണ്ട് ഇങ്ങനെയുള്ള ഉപകാരമൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ ചേച്ചിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അന്നേരം സത്യമായിട്ടും വിനോദ് മാളിയേക്കലില്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് സാധിക്കില്ലായിരുന്നു, ശരിക്കും അന്നേരം നമ്മളെ സഹായിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നത് സ്വപ്നവല്ലി കേൾക്കും. അപ്പോൾ സ്വപ്നവല്ലി ചോദിക്കുന്നുണ്ട്, വിനോദ് മാളിയേക്കലോ, അയാളെ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കും. അന്നേരം ഇഷിത പറയുന്നുണ്ട്, എനിക്ക് നേരിട്ട് പരിചയമില്ല, ഇവളുടെ ക്ലാസ്മേറ്റാണ്, അതുകൊണ്ട് ഇവൾക്ക് അറിയാമെന്ന് പറയും. അന്നേരം എങ്ങനെയുണ്ട്, നല്ല കുട്ടിയാണോ അത് എന്ന് ചോദിക്കുകയാണ് സ്വപ്നവല്ലി. അന്നേരം പഠിക്കുന്ന കാലത്ത് ഭയങ്കര അലമ്പായിരുന്നു, പക്ഷേ ഇപ്പം എല്ലാവരെയും സ്നേഹിക്കാനൊക്കെ അറിയാവുന്ന ഒരു നല്ല ആളാണ് എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ സ്വപ്നവല്ലിക്ക്. അന്നേരം സ്വപ്നവല്ലിയുടെ ഈ കണ്ണൊക്കെ നിറഞ്ഞു എന്നെ കാണുമ്പോൾ എന്താ പറ്റി അമ്മ എന്ന് ചോദിക്കുവാണ് ഇഷിത. അന്നേരം ഒന്നുമില്ല, ഏത് കുട്ടികളെക്കുറിച്ചും അതിൻ്റെ അമ്മമാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണല്ലോ ഇതെല്ലാം, മിക്കവാറും ആ കുട്ടിയുടെ അമ്മയും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയുമ്പം സുചിത്ര പറയുന്നുണ്ട്, എനിക്ക് അവൻ്റെ അമ്മയെപ്പറ്റിയൊന്നും അറിയത്തില്ല, ഒരിക്കൽ ഞാൻ ചോദിച്ചു അമ്മയെപ്പറ്റി, അന്നേരം എൻ്റെ അമ്മ ഒരു താരാട്ട് പോലെയാണെന്നാണ് അവൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് സങ്കടം വന്ന് കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് സ്വപ്നവല്ലി. അന്നേരം സുചിത്ര ഇഷിതയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ പെട്ടെന്ന് ആൻറ്റിക്ക് ഫീലിങ്സ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല ആടിയെന്ന് ഇഷിതയും പറയുന്നുണ്ട്. ഏതായാലും അവിടെ നിന്ന് പോരുന്ന സ്വപ്നവല്ലി ആകെ സങ്കടപ്പെട്ട് രാമനോട് പറയുന്നുണ്ട്, രാമ എനിക്ക് വിനോദിനെ കാണണം, അന്ന് മഹേഷിൻ്റെ കല്യാണത്തിന് ഒരു മിന്നായം പോലെ കണ്ടതാണ്, അവനെ കാണണം, എനിക്ക് ആകെ വിഷമമാവുമോ എനിക്ക് അവനെ കാണഞ്ഞിട്ട് എന്നൊക്കെ പറയും. അതിനെ കാണാനുള്ള മാർഗ്ഗം ഉണ്ടാക്കാം, ഏതായാലും മഹേഷ് അറിയണ്ട എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ ഒരു സങ്കടം വരാൻ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ അങ്ങ് പോവുകയാണ് സ്വപ്നവല്ലി. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് സുചിത്ര ഇഷിതയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചേച്ചിക്ക് അറിയാമോന്ന്. അന്നേരം നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയോ, അതെന്താടി എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയും. അന്നേരം പെട്ടെന്ന് അങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഇഷിത പറയാം, അയ്യോ നാളെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, ഇവിടെ നടന്ന പുകിലൊക്കെ നീ കണ്ടതല്ലേ, അതിനിടയ്ക്ക് ഞാൻ അതങ്ങ് മറന്നുപോയി, ഏതായാലും നീ എങ്കിലും ഓർത്തല്ലോ, താങ്ക്സ് എടി എന്ന് പറയും. അന്നേരം നമുക്കത് അടിച്ചു പൊളിക്കേണ്ടി വയ്ക്കുമ്പോൾ പിന്നെ ഏതായാലും നീ അത് ഓർമ്മിപ്പിച്ചല്ലോ, നമുക്കെല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് പറയും. എന്നിട്ട് സുചിത്ര അങ്ങോട്ട് പോവുക.
പിന്നീട് രജനിയാണ് കാണിക്കുന്നത്. രചന ആകെ നാണം കെട്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ മൊത്തം രചനയെ പറ്റി വളരെ മോശമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഫോണിലോട്ട് വിളിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടം വിട്ടു പോകാൻ വേണ്ടി ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രചന. അന്നേരം ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, രചന എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നെപ്പറ്റി പറയുന്നത്, നിനക്കൊരു കേസ് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് വേണം അതിൻ്റെ പേരിൽ ഇനി നാണം കെടാൻ, ഏതായാലും ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെയും അങ്ങോട്ടേക്ക് ആകാശ് വരും. എന്നിട്ട് ആകാശ് ചോദിക്കുന്നുണ്ട്, എന്താ രചന നീ എന്ത് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏതായാലും ഞാൻ ഇവിടുന്ന് പോകുവാണ്, ഇനിയും നാണം കെടാൻ എനിക്ക് വയ്യ എന്ന് പറയും. അന്നേരം എന്ത് നാണം കിട്ടുമെന്നാ, ഏതായാലും നമ്മൾ അത് ചെയ്ത് ചിപ്പിമുക്ക് വേണ്ടിയല്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം രചന ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ചിപ്പിമോൾ എന്തേ, ഏതായാലും ആകാശിൻ്റെ മകളല്ല ചിപ്പിമോൾ എന്ന് ആകാശിനെ നന്നായിട്ട് അറിയായിരുന്നു, എന്നിട്ടും എന്നെക്കൊണ്ട് അത് പറയാൻ നിർബന്ധിപ്പിച്ചു. അന്നേരത്തെ ആ പൊട്ട ബുദ്ധിക്ക് ഞാനതങ്ങ് സമ്മതിക്കുകയും ചെയ്തു. അതെൻ്റെ മകളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല ഇപ്പം നാണം കെട്ടു, ഇനി എനിക്ക് അതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുവാണ്. അന്നേരം നീ എങ്ങോട്ട് പോവാണ് എന്ന് ചോദിക്കുമ്പം എനിക്കിവിടെ കിടന്ന് ചാകാനൊന്നും പറ്റത്തില്ലല്ലോ, പിന്നെ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെടും, അതിന് ഏതായാലും ഞാൻ നിന്നു കൊടുക്കില്ല എന്ന് പറയും. അന്നേരം ആകാശ് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു തോൽവി വരുന്നതേക്കും ഇങ്ങനെ തളർന്നു പോകാതെ രചന, ഇതെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് നോക്കണം, അങ്ങനെ കരുതണം എന്നൊക്കെ പറയുമ്പോഴേക്കും രചന പറയുവാണ്, ആ ചത്ത് കിടക്കുമ്പോഴും തത്വശാസ്ത്രത്തിന് ഒരു കുറവുമില്ല, അവൻ എന്താ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത് എന്ന് നിങ്ങൾ കേട്ടില്ലായിരുന്നോ, ശരിക്കും അവൻ ഒരു കേസിന് പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം വരെ നമ്മൾ കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് എൻ്റെ ചിപ്പിമോളെ തിരിച്ച് കിട്ടില്ല എന്ന് പറയും. എന്നിട്ട് ആകാശിനോട് ഇത്തിരി ദേഷ്യത്തിൽ തന്നെ പറയുവാണ്, നിങ്ങൾ ഇതൊന്നും ബാധിക്കില്ല, കാരണം നിങ്ങൾക്ക് പൊടി തട്ടി പോകാൻ സാധിക്കും, എനിക്കങ്ങനെ സാധിക്കില്ല, ഞാനൊരു പെണ്ണായതുകൊണ്ട് തന്നെ, അതുകൊണ്ട് ഇനി ഒന്നിനും ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി എന്നെങ്കിലും അവളെ തിരിച്ചു കിട്ടുമോ എന്ന് പോലും എനിക്കറിയത്തില്ല, എല്ലാം കഴിഞ്ഞ് അവൻ്റെ ഒരു ഉപദേശം കൂടി, ഒരു നല്ല ഭാര്യ എന്താകണം എന്ന് അറിയണമെങ്കിൽ അങ്ങോട്ട് ചെല്ല്, ഇഷിത പഠിപ്പിച്ചു തരുമെന്ന്, അവൾ എനിക്ക് ട്രെയിനിങ് തരുമെന്ന്, അതൊക്കെ കേൾക്കേണ്ടി വന്നു ഞാൻ, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രചന പറയുമ്പം ആകാശ് പറയുന്നുണ്ട്, നീ നോക്കിക്കോ മഹേഷ് എൻ്റെ മുമ്പിൽ തോക്കും, അതിനുള്ള അമ്പ് ആവനാഴിയിൽ ഇനി പിന്നെയും ഉണ്ട് എന്നൊക്കെ പറയുമ്പം രചന പറയുന്നുണ്ട്, ഇനി എന്ത് കാണിച്ചിട്ട് തോൽപ്പിക്കുമെന്ന്, ഇപ്പം ആരാ തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുന്നത്, എന്നിട്ടും പറയുന്നതിന് ഒരു കുറവുമില്ല എന്ന് പറയും. എന്നിട്ട് രചന പറയുവാണ്, ഇനി ഒന്നിനും ഞാനില്ല, എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി തിരിച്ചു കിട്ടുമോ എന്ന് എനിക്കറിയില്ല, അതുപോലെ എൻ്റെ മകനെ കൂടി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് എനിക്കെന്ന് പറയുമ്പം പിന്നെയും പറയുവാണ് ആകാശ്, മകൻ അതിന് സേഫ് അല്ലേ, പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പം അതെനിക്കറിയില്ല, അവനെ എന്നെ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന രചനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഒരു മകൻ ഉള്ളത് മഹേഷിൻ്റെ ആണോ എന്നറിയില്ല, രചന ഇറങ്ങി പോരുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നോ എന്നും ആ കുഞ്ഞിനെ മഹേഷ് അറിയാതിരിക്കാൻ വേണ്ടി ഇവർ ഇവിടുന്ന് മാറ്റിയതാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും അതുകൊണ്ടൊക്കെ തന്നെയാവാം, മഹേഷിൻ്റെ ആയതുകൊണ്ടാവാം ആ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല, എൻ്റെ മകനെ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് രചന പറയുന്നത്.